എല്ലാരും എവിടെയാ പോകുന്നത്? സ്വിമ്മിംഗ് പൂളിലാ? സ്വിമ്മിംഗ് പഠിക്കാനാ? കല്യാണിക്കുട്ടി എവിടെ പോകുന്നത്? ഈ സ്കൂൾ +2 വരെ ഉണ്ടാവും. ജില്ലാ അക്വാട്ടിക് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന സ്വിമ്മിംഗ് പരിശീലന ക്യാമ്പ് വേനൽ. വീഡിയോ ആക്കാം. അതാണ് അസാറല്ലോ. വിഹാന്റെ നോക്കാദ്യം. ഗ്ലാസ് വേണ്ട, ഗ്ലാസ് വേണ്ട. നിങ്ങൾ കുളന്ന് കുളിക്കും, നിങ്ങൾക്ക് ഗ്ലാസ് എന്തിനാ? ഒരു സൈഡിന് എത്ര ഇത് രണ്ടും? ഒരു സൈഡിൽ വരുന്നത് 150, ഒരു 200. സംഭവം സെറ്റ് സ്വിമ്മിംഗ് പൂളല്ലേ? കല്യാണം അല്ലേ? മുഹമ്മദ് അലി അല്ലേ? ഇതിന്റെ അവസ്ഥ പറയാല് നാവിന് പണിയില്ല. പറയുന്നത് മാത്രം ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? ഡൗട്ടില്ലല്ലോ? അതിനിപ്പോ അവിടെ വെള്ളത്തിലിറങ്ങിയാല് അങ്ങോട്ടും ഇങ്ങോട്ടും തോണ്ടി പറയാ ഒന്നും നടക്കൂല. അങ്ങനത്തെ വരാ നേരെ എന്നിട്ട് വന്നിട്ട് ഇവിടെ ലൈനപ്പ് ചെയ്യും. പോയതിനു ശേഷം ബാത്തിനു ശേഷം ലൈനപ്പ് ചെയ്യും. എന്നിട്ട് നമ്മൾ പറയുന്ന പോലെ ചെയ്യണം. ഓക്കെ? എന്തായാലും ഡൗട്ടില്ല.
കേട്ടോ. മറ്റേ കൊണ്ടോ അപ്പുറം പോ. ഇതിലേ ഒന്ന് ബാച്ച് തിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ പല ആൾക്കാർ സംഭവം തന്നിട്ടുണ്ട്. നമ്മുടെ ബാച്ച് എന്ന് പറഞ്ഞാൽ 7:30 to 8:30, 8:30 to 9:30. 7:30 വരാൻ പറ്റുന്നവർ മാത്രമേ എന്തുള്ളൂ. ഒരു രക്ഷാക്കളൊന്ന് കേൾക്കണേ. ഒന്നിങ്ങോട്ടോ ഇങ്ങോട്ടോ. അവരുടെ കയ്യില. അപ്പൊ 7:30 to എത്താൻ പറ്റുന്നവർ മാത്രമേ മറ്റേ ഒന്നാമത്തെ ബാച്ചിൽ നിൽക്കാൻ പാടുള്ളൂ. ഒന്നാമത്തെ ബാച്ചിൽ നിൽക്കാൻ പറ്റും. കാരണം എന്താണെന്നറിയോ, നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് തുടങ്ങി കഴിഞ്ഞിട്ട് പിന്നെ വന്നു കഴിഞ്ഞാൽ ആ കുട്ടിയൊക്കെ കിട്ടുന്ന ഒരു ഇത് ഒന്നിച്ചിട്ട് പോക്ക് ഒരു ബുദ്ധിമുട്ടായി. അപ്പോൾ അതൊന്ന് ബാച്ച് തിരിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. 7:30 മുതൽ 8:30 വരെ, 8:30 മുതൽ 9:30. അപ്പോൾ 7:30 എന്നാണ് കൃത്യമായിട്ട് അവരെത്ര മണിയാകുമ്പോൾ എത്തണം? 7 മണിയാകുമ്പോൾ ഇവിടെ എത്തണം. എന്നിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് 7:15 ഫീൽഡിലെത്തണം. ആ രീതി. മറ്റവർ 8:30 വരുന്നവർ 8 മണിക്ക് എത്തണം. 8:15 ഇവിടെ ഇറങ്ങി നിൽക്കണം. ഈ രീതിയിലാണ് സംവിധാനം. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ബാച്ചാണ് നിങ്ങൾ വേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ ബാച്ചിൻ്റെ കുട്ടികൾ ഒന്ന് നിങ്ങളെ കുട്ടികളെ ഇതാക്കിയിട്ട് ഒന്ന് മാറ്റി നിർത്തിക്കണം. കാരണം ഈ ചെയ്യുമ്പോൾ തന്നെ മാക്സിമം ഒരു 25 കുട്ടികൾ 39 പേരാണ്. ഒരു 45 കേട്ടോ. എല്ലാവരും ഒരേപോലെ പറയാൻ പാടില്ല കേട്ടോ. കുറച്ച് ദൂരെ നിന്ന് വരുന്നവരാണ് രണ്ടാമത്തെ ബാച്ചാണോ? ഫസ്റ്റ് ബാച്ച് താഴെ വാ. ഫസ്റ്റ് ബാച്ച് മാത്രം. ഫസ്റ്റ് ബാച്ച് താഴെ വാ. അവര് അവിടെ താഴെ കല്യാണി കാട്ടിനെടുക്കില്ല കാട്ടിനെടുക്ക 30, 50, 60, 70, 60. ready? ഒരേ ക്ലിയർ ആയിരിക്കും കേട്ടോ. അപ്പം ഞാൻ ഒന്നും കൂടി സൂചിപ്പിക്കുകയാണ്. നമ്മൾ 7:30 ബാച്ചിന് 7 മണിക്ക് കൃത്യമായിട്ട് ഇവിടെ എത്തണം. 7:15 ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഇത് വാമിംഗ് അപ്പിന് വേണ്ടിയിട്ട് തയ്യാറായിട്ട് ഇവിടെ നിൽക്കണം. ആ രീതിയിലാണ് നിങ്ങൾ എത്തിച്ചേരുന്നത് കേട്ടോ. അതേപോലെ തന്നെ രണ്ടാമത്തെ ബാച്ച് 8 മണിയാകുമ്പോൾ എത്തണം. 8:15 ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഇവിടെ ഇറങ്ങി നിൽക്കണം. 8:30 മണിയാകുമ്പോൾ അവർ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. പിന്നെ എല്ലാ ദിവസവും എന്ത് ചെയ്യണം? വാമിംഗ് അപ്പിന് ശേഷം ഷവർ ചെയ്യണം കേട്ടോ. ഷവർ കൃത്യമായിട്ട് ചെയ്യണം. അത് എല്ലാവരും കൃത്യമായി പാലിക്കേണ്ടതാണ്. ഒരു കാരണവശാലും എന്തുണ്ട് മൂത്രമൊഴിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ചെയ്യണം. പിന്നീട് ഇതിൻ്റെ ഉള്ളിലേക്ക് വരാൻ പാടില്ല. അതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾ അവിടെ ഉപയോഗിക്കാൻ പാടില്ല. ഇതിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കാൻ പാടില്ല. പുറത്ത് മാത്രമേ എന്തുള്ളൂ അതിനുള്ള സൗകര്യമുള്ളൂ. മറ്റേ ഡ്രസ്സിംഗ് റൂമിലോ അങ്ങനെയുള്ള അവിടെ ഒന്നും അങ്ങനെയുള്ള ഒരു പരിപാടിയില്ല കേട്ടോ. ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പാലിക്കണം. സാറേ തീയതിയാണ് കോച്ചിങ് ക്യാമ്പ്. അപ്പം പിന്നീട് അത് 16-ാം തീയതിയിലേക്ക് മാറ്റിയതാണ്. 16 മുതൽ 5-ാം തീയതി വരെയാണ് നമ്മളെ ഫസ്റ്റ് ഈ സ്പെല്ല് ഉണ്ടാവുക. രണ്ടാമത്തെ സ്പെല്ല് 6-ാം തീയതി മുതൽ വീണ്ടും ആരംഭിക്കും. പിന്നെ ഇതിൽ നല്ല രീതിയിൽ നീട്ടുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് കിട്ടും. പക്ഷേ ഗ്രേഡ് വെച്ചിട്ടാണ് ഇത് തരിക. നമ്മൾ കൃത്യമായിട്ട് 20 ദിവസം കൊണ്ട് കുട്ടികൾക്ക് ഒരു മിനിമം 50 മീറ്ററെങ്കിലും നീന്താൻ പറ്റണം എന്നുള്ളൊരു രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. കാരണം എന്താ പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മുടെ ജില്ലാ അക്വാറ്റിക് അസോസിയേഷൻ്റെ ഈ മേഖലയിൽ ഈ കുട്ടികളെ എത്തിക്കുക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾക്ക് അതിനുള്ള സർട്ടിഫിക്കറ്റും ആ രീതിയിലുള്ള പരിശീലനമായിരിക്കും തരിക. പിന്നെ എല്ലാ ദിവസവും കുട്ടികളുടെ കൂടെ എന്താക്കണം, രക്ഷിതാക്കൾ ഉണ്ടായിരിക്കണം. കാരണം അത് നിർബന്ധമാണ്. കഴിഞ്ഞ തവണ നമ്മൾ അങ്ങനെ 2-3 സംഭവം ഉണ്ടായി. കുട്ടികളെ ഇവിടെ വിട്ടു, രക്ഷിതാക്കൾ പോയി. അപ്പോൾ അത് ഒരു നല്ല രീതിയല്ല. ഇവിടെ എന്തായാലും പറഞ്ഞാൽ നിങ്ങൾ അത്രയും സമയം 1 മണിക്കൂറാണ് നിങ്ങൾ സ്പെൻഡ് ചെയ്തുള്ളൂ. ആ 1 മണിക്കൂർ കുട്ടികളൊക്കെ ഇവിടെ ഉണ്ടാകും. ഓക്കെ. എൻ്റെ പ്രസിഡന്റ് ഷബിൻ കുമാർ സർ, അതുപോലെ തന്നെ ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റ്, അതേപോലെ തന്നെ നമ്മുടെ ജില്ലാ അക്വാറ്റിക് അസോസിയേഷൻ്റെ സീനിയർ വൈസ് പ്രസിഡന്റ് കൂടിയ ഡോക്ടർ പി കെ ജാന സർ, അതുപോലെ തന്നെ ജില്ലാ അക്വാറ്റിക് അസോസിയേഷൻ ട്രഷറർ മനോജ്,
അതുപോലെ തന്നെ ജോയിൻറ്റ് സെക്രട്ടറി രമേശ് സർ, അതേപോലെ തന്നെ മൻസൂർ സർ, നമ്മുടെ മനീഷ്, അതേപോലെ തന്നെ ചാക്കോ സർ, അതേപോലെ തന്നെ അക്ഷര, ഇത്രയും പേര് ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യണം. അതുപോലെ തന്നെ എല്ലാ മത്സരാർത്ഥികളെയും മത്സരാർത്ഥികളല്ല, ഈ പരിശീലനത്തിന് ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ കുട്ടികളെയും അതുപോലെ തന്നെ രക്ഷിതാക്കളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിൻ്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നതിന് നമ്മുടെ ജില്ലാ അക്വാറ്റിക് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ശബൻ കുമാർ സാറെ ക്ഷണിക്കുകയാണ്. ഇന്നത്തെ ഈ പരിപാടി പഠിക്കാനുള്ള, പ്രത്യേകിച്ച് ഇവിടെ പഠിപ്പിക്കുന്ന കുറേ കൂടി ശാസ്ത്രീയമായിട്ടാണ്. സാധാരണ നമ്മൾ കുളങ്ങളിലൊക്കെ മുന്നിൽ പഠിക്കുന്നുണ്ടെങ്കിലും ഇവിടെ നമ്മൾ പഠിപ്പിക്കുന്നത് കുറേ കൂടി ശാസ്ത്രീയമായ രീതിയിലാണ്. അതെന്ന് പറയുന്നത് നമ്മൾ മുന്നോട്ട് പോകാനുള്ളൊരു മാർഗം കൂടിയാണ്. ജില്ലയെ റെപ്രസെൻ്റ് ചെയ്യും, സ്റ്റേറ്റ് റെപ്രസെൻ്റ് ചെയ്യും, ഇന്ത്യ റെപ്രസെൻ്റ് ചെയ്യും, അങ്ങനെയുള്ള കാഴ്ചപ്പാടുള്ള കുട്ടികളിൽ ഉണ്ടാകണം എന്നുള്ളതാണ് ഇത് പറയാനുള്ളത്. നിങ്ങളിവിടെ ഒരു നീന്തം പഠിക്കൽ മാത്രമല്ല, നീന്തം പഠിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ജില്ലാ അസോസിയേഷനിൽ ജില്ലാ ചാമ്പ്യൻഷിപ്പിലും അത് കഴിഞ്ഞ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിലും നാഷണലൊക്കെ പങ്കെടുക്കാൻ ഉള്ള ഒരു ഉദ്ദേശം കൂടി മനസ്സിലുണ്ടാകും. പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികൾ, നിങ്ങളെല്ലാവരും ചെറിയ കുട്ടികളാണ്, അവരുണ്ടാകണം. അതിൽ ധാരാളം ഗുണങ്ങളുണ്ട്. ഇതൊരു ജീവിത മാർഗം കൂടിയാണ് എന്നുള്ളത് മനസ്സിലാക്കണം. മക്കൾ ആ കാര്യം കൂടി മനസ്സിലുണ്ടാകണം കേട്ടോ. കേട്ടാ? റെഡിയാ? മനസ്സിലുണ്ടാകണം നീ കേട്ടാ. തോന്നണം എന്തെന്ന് ഇന്ത്യയിലൊക്കെ റെപ്രസെൻ്റ് ചെയ്യണമെന്ന് മനസ്സിലുണ്ടാകണം. എങ്കിലേ കേട്ടാ സാധിക്കും. ഇതേപോലെ നിങ്ങളെപ്പോലെ നീന്തി പഠിച്ചവനാണ് ഇവിടെയുള്ള, പിന്നെ ഇപ്പോൾ എന്താ പറയുക, ഇൻ്റർനാഷണലുകളായിട്ട് പോകുന്നവരെല്ലാം തന്നെ കൊച്ചു കുട്ടികൾ. ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ആരായി തീരുമോ. അതുകൊണ്ട് അതിന് വേണ്ടിയുള്ള അധ്വാനം കൂടി ഇതിലുണ്ടാണ്. പിന്നെ ഇവിടെ കുറച്ചാൾ വളരെ എന്താ പറയുക സജീവമായിട്ട് എല്ലാ വർഷവും സംഘടിപ്പിക്കുന്നതാണ്. പിന്നെ ഒരു എന്താ പറയുക വളരെ സജീവമായിട്ടാണ് കുറേ ആൾക്കാർ ഇതിൻ്റെ പറഞ്ഞു നിൽക്കുന്നത്. അസോസിയേഷൻ്റെ ഭാരവാഹികളിലൂടെ വളരെ അവരുടെ മൊമാലിയായാലും മുകേഷായാലും പിന്നെ മനോജായാലും ഒക്കെ തന്നെയും വളരെ ശക്തമായ രീതിയിൽ ഇതിൻ്റെ പറഞ്ഞു നിന്നാണ് അവർ ഒരു മോണിറ്ററി ബെനിഫിറ്റും ആലോചിച്ചിട്ടല്ല എന്നുള്ളത് മനസ്സിലാക്കണം. ഇത് സർവീസാണ്. അപ്പോൾ നമ്മൾ ആരും തന്നെ ഇതിൽ നിന്ന് ഒരു 10 പൈസ എടുത്തുള്ള ഇടപാടല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. വരുന്നതിനായാലും അല്ലെങ്കിൽ വണ്ടി ഓടിച്ചുകൂടെ വരുന്നതും എല്ലാ കാര്യങ്ങളും ഫ്രീ ആണ്. ഒരു പൈസയും ഞങ്ങൾ ആരും എടുക്കുന്നില്ല ഇതിൽ നിന്ന്. ഒരു നയാ പൈസ പോലും എടുക്കും. അപ്പം എല്ലാം ഫ്രീ ആയിട്ടാണ് നമ്മളെ ഇത് പഠനം ചെയ്യുന്നത്. ഇവിടെ ആൾ വരുന്നത് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട്, സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് അതിൻ്റെ ആ സീരിയസ്നെസ്സിൽ തന്നെ പിന്നെ ഇതിൻ്റെ ചിലവിന് വേണ്ടിയാണ് നിങ്ങളൊക്കെ ഒന്ന് വാങ്ങിക്കുന്നത്. നമ്മൾ പുറത്തുനിന്ന് കോച്ചസിനൊക്കെ കൊണ്ടുപോയിട്ടാണ്. അപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്നാണ് വന്നിട്ടുള്ളത്, മനീഷ്. അപ്പോൾ അങ്ങനെ നമ്മൾ അതിനുള്ള ഒരു ഇത് മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സീരിയസ് ആയി എടുക്കുകയും വരും കാലങ്ങളിൽ ഇന്ത്യയൊക്കെ റെപ്രസെൻ്റ് ചെയ്യാനുള്ള കേട്ടാ റെപ്രസെൻ്റ് ചെയ്യുന്നത് കേട്ടാ ഇല്ല ഇന്ത്യയിലൊക്കെ റെപ്രസെൻ്റ് ചെയ്ത് കേട്ടാ. ഇന്ത്യയൊക്കെ പേരെന്തായിരിക്കും അന്നേരം ഇനി കാണുന്നില്ല. പി ടി ഉഷ എന്നെല്ലാം പറഞ്ഞു. അതുപോലെ സ്വിമ്മിങ്ങിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മെഡൽ. നാഷണൽ ഗെയിംസിലൊക്കെ കഴിഞ്ഞ നാഷണൽ ഗെയിംസിൽ ഏറ്റവും കൂടുതൽ മെഡൽ വന്നത് സ്വിമ്മിങ്ങിലാണ്. അതുകൊണ്ട് ആ ഒരു ഉദ്ദേശം കൂടി മനസ്സിലുണ്ടാണ് കേട്ടാ. ഓക്കെ, അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? യെസ്. ഈ ക്യാമ്പ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. ബഹുമാനപ്പെട്ട ഇന്റർനാഷണൽ വോളിബോൾ റഫറിയും നമ്മുടെ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റുമായ ഡോക്ടർ ജഗന്നാഥ് സാറ്, നമ്മുടെ ജില്ലാ അക്വാറ്റിക് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ഷബിൻ കുമാർ, ജില്ലാ അക്വാറ്റിക് സംസ്ഥാന ട്രഷറർ അലിമാഷ്, മനോജ് സാറ്, മധുമാഷ്, മറ്റേ വിനായക്, നമ്മുടെ സൈന, ചാക്കോ സാറ്, എല്ലാവരും ഈ അവസരത്തിൽ എല്ലാവർക്കും പ്രിയപ്പെട്ട പഠിക്കാൻ വന്ന കുട്ടികളെ, രക്ഷിതാക്കളെ എല്ലാവർക്കും ആശംസ നേരുന്നു. നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടത്, ക്ലാസ് കൃത്യമായിട്ട് വരിക, പറയുന്നതെന്തോ അത് ചെയ്യുക. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സ്കൂളാണ്, അതുകൊണ്ട് അപകടങ്ങൾ ഏത് സമയം വരാം. അപ്പം 1-2 ആളെ നിങ്ങളെ കൺട്രോൾ ചെയ്യാനുണ്ടാവും. അപ്പം വളരെ പറയുന്നത് മാത്രം ചെയ്യുക. അതിൽ കൂടുതൽ അങ്ങോട്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകാൻ പാടില്ല, ഇങ്ങോട്ട് ഇത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് ചെയ്യാം. ഓക്കെ, ഇവിടെ നാവിന് പണിയില്ല, കാലിനും കണ്ണിനും തലക്കും എല്ലാം ബുദ്ധി, കുറച്ചുകൂടി ബ്രെയിനാണ് ഇത് ഉപയോഗിക്കേണ്ടത്. ആരും പേടിക്കേണ്ട കാര്യമില്ല. അവിടെ എല്ലാവരും നീന്തും, എല്ലാവരും സ്വിമ്മറാണ് നിങ്ങൾ. അതുകൊണ്ട് നല്ല ധൈര്യത്തോടു കൂടി നമുക്ക് വെള്ളത്തിലിറങ്ങാം. ഓക്കെ, ഒരു കാരണവശാലും പേടിക്കണ്ട. നമ്മളെല്ലാം ഇപ്പോൾ ഞാൻ രാവിലെയും വൈകുന്നേരം രണ്ട് ബാച്ച് ഇപ്പം പുഴയെന്നാണ് ചെയ്യുന്നത്. അപ്പം 10-50 കുട്ടികൾ രാവിലെ ഉണ്ട്, വൈകുന്നേരം ഉണ്ട്.
അപ്പം അതെല്ലാം ഞാൻ വരുന്നത് തന്നെ നമ്മൾ വരുന്നതിന് 30 കിലോമീറ്റർ ദൂരം ബൈക്ക് എടുത്ത് ഇവിടെ വരണം. അപ്പോൾ നമ്മളൊന്ന് സാറ് പറഞ്ഞ പോലെ ഒരു 5 പൈസ പെട്രോൾ വരെ അടിക്കാനുള്ള പൈസ നമ്മളൊന്നും ഇതിൽ എടുക്കാനുണ്ടാവില്ല. ഇത് സാധാരണ നമ്മൾ ഒരാൾ വരുന്നതിന് 150 റുപ്യ ഇവിടെ കൊടുക്കണം പൂളിന്. ഏത് പൂളിൽ പോയിക്കോ പെർ ഹെഡ് നമ്മൾ 1 മണിക്കൂറിന് 150 രൂപ കൊടുക്കണം. ഇവിടെ നമ്മൾ 100 രൂപ വാങ്ങിക്കുന്നത്, 20 ദിവസത്തേക്ക് 2000 രൂപയാണ് വാങ്ങിക്കുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലായിക്കോ, നമ്മളെ കോച്ച് ഇവിടെ നിന്നിട്ട് തന്നെ അവർക്ക് ഭക്ഷണം വേണം, താമസം വേണം, ഒക്കെ വേണം. അതുകൂടി ഇതിൽ ഉൾപ്പെടണം. കാരണം അത്രയും നമ്മൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് എന്തെങ്കിലും വാരിയെടുക്കാനോ അല്ല ആ ഉദ്ദേശത്തോടു കൂടിയല്ല. കമ്മിറ്റ്മെൻറ്റ് നമ്മുടെ സോഷ്യൽ വർക്കാണ് അത്. അതെ, ഇതിൽ നിന്ന് നമുക്ക് ഈ മത്സരങ്ങളിൽ ഇനി വരുന്ന ഈ മെയ് മാസം ലാസ്റ്റിൽ മത്സരങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ പരിചയമുള്ളവർ ആരും കൊണ്ടെങ്കിൽ, നീന്തുന്ന കുട്ടികൾ ആരും കൊണ്ടെങ്കിൽ ഇങ്ങോട്ട് അയക്കുക. നമുക്ക് അവരെ മത്സരത്തിൽ പങ്കെടുപ്പിക്കുക. അതിന് മുന്നോട്ടുള്ള ഇവരെ ഇത് നോക്കിയിട്ട് കളികൾ നോക്കിയിട്ട് നമുക്ക് മത്സരത്തിന് ഇറങ്ങാം. നമുക്ക് സാർ പറഞ്ഞ പോലെ അതെ പരിചയമുള്ള കുട്ടികളെല്ലാം കൊണ്ടുവന്നോ. നമുക്ക് അവസരം കിട്ടാതെ കുറേ കുട്ടികളുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പേരാവൂറാണ്, എൻ്റെ വീട് പേരാവൂറാണ്. അപ്പം അവിടെ കുടിയാൻമല തന്നെ ഒരു കുട്ടി പഠിക്കാൻ വരുന്നത്. അവൻ ഇപ്പോൾ ഫയർഫോഴ്സിൽ ഉദ്യോഗസ്ഥനായി. ഈ നീന്തലറിയാം. ഫയർഫോഴ്സിൽ ജോലിക്ക് വേണ്ടിയിട്ട് ഇവിടെ 2 സാറുമാരുണ്ട് ഫയർഫോഴ്സിൽ. തലശ്ശേരി 3-4 വർക്ക് ചെയ്യുന്നവർ 3 പേര്. ഓക്കെ, അവരോട് ചോദിച്ചാൽ മതി. നമുക്ക് ഇത് ഫസ്റ്റ് ഇത് വേണ്ടത് പരീക്ഷ എഴുതി പാസ്സാവും, മറ്റേ ഫിസിക്കലെല്ലാം പാസ്സാവും, കരയെന്നുള്ള പരിപാടിയൊന്നും നടക്കും. പക്ഷേ ഇത് 50 മീറ്റർ 2 മിനിറ്റ് കൊണ്ട് നീന്തണം. ഫ്ലോട്ടിങ് 3 മിനിറ്റ് നിൽക്കണം. ഓക്കെ, അത് കുടിയാൻമല എന്ന വളരെ ദൂരെ നല്ല നമ്മളൊക്കെ വന്നിട്ട് പഠിച്ചിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്, ജോലി കിട്ടിയിട്ടുണ്ട്. അപ്പം സാധ്യതകൾ അത് അങ്ങനെയുണ്ട്. ഇപ്പം ദുരന്ത നിവാരണ സേനയിലേക്ക് ഇഷ്ടം പോലെ ഇത് അപ്പോയിൻമെൻ്റ് ഉണ്ട്. കുട്ടികളെ ആദ്യം തന്നെ ഇനിയും നിങ്ങളെ പരിചയത്തിലുള്ള ആൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കൂ. ഈ അവസരങ്ങൾ നിങ്ങൾ വിനിയോഗിക്കുക. അപ്പം നമ്മൾ മാത്രം പഠിച്ചാൽ, നമ്മളെ കുട്ടികൾ മാത്രം പഠിച്ചാൽ പോരാ. ഇതിൽ മുതിർന്നവർക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് അവസരം ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് സ്ത്രീകളായാലും പുരുഷന്മാരായാലും എല്ലാവർക്കും വേണമെങ്കിൽ നിങ്ങൾക്ക് വരാം. വളരെ സന്തോഷമേ ഉള്ളൂ. അപ്പോൾ അക്കാര്യം കൂടി ഈ അവസരത്തിൽ പറയാം. നിങ്ങൾ കൂടുതൽ ആൾക്കാരെ കൊണ്ടുപോകാം. നമുക്ക് പരിപാടി നല്ല സ്മൂത്തായിട്ട് കൊണ്ടുപോകാം. ഓക്കെ, വൈകിക്കുന്നില്ല. ഏതായാലും ഇന്ന് തുടക്കമായതുകൊണ്ട് ഇത്ര വൈകിപ്പോയി, സോറി. എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു. കാണാം, അതിന് വളരെ എളുപ്പമാണ്. മറ്റുള്ള ഗെയിമുകളുള്ള ഒരുപാട് വല്ലാത്ത രീതിയിലുള്ള കോമ്പറ്റീഷൻ ഇവിടെ നടക്കുന്നില്ല. സ്റ്റേറ്റ് മുതലാണ് നല്ല കോമ്പറ്റീഷൻ നടക്കുന്നത്. ആ രീതിയിൽ നമ്മൾ സബ് ജില്ലാ തലത്തിലെങ്കിലും ഒരു മത്സരത്തിലേക്ക് പങ്കെടുക്കാനുള്ള ഒരു യോഗ്യത നിങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം ഇവിടെ, അത് നിങ്ങൾക്ക് എന്തായാലും പറ്റുമെന്നുള്ളതാണ് പറയാനുള്ളത്. അതുപോലെ പറയാനുള്ളത്, നമ്മുടെ ഈ അസോസിയേഷൻ വർഷങ്ങളായി ഇപ്പോൾ നടത്തി വരുന്നതാണ്, കുറച്ച് കാലങ്ങളായിട്ട്. എന്തായാലും നല്ല രീതിയിൽ ആ ഒരു കാര്യങ്ങളോട് നടന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ തന്നെയാണ്, ഈ മമ്പറം തന്നെയാണ് ഈ കഴിഞ്ഞ വർഷങ്ങളൊക്കെ നടന്നത്. ആ കാര്യങ്ങൾ കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് നന്ദി ഞങ്ങളുടെ പ്രശ്നത്തിലേക്ക് അടക്കുകയാണ്. ഇതിൽ ഉദ്ഘാടനം ചെയ്ത പ്രസിഡന്റ്, അതുപോലെ നമ്മുടെ ആശംസാ വാക്കുകൾ പറഞ്ഞ ജയനാഥ് സാറ്, സെക്രട്ടറി, അതുപോലെ അലി സാറ്, പിന്നെ ഇവിടുത്തെ കോച്ചസ്, അതുപോലെ എല്ലാം ഇവിടെ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികളെയും, അതുപോലെ രക്ഷിതാക്കൾ, പൂളിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഒറ്റവാക്കി നന്ദി പറഞ്ഞു. പെൺകുട്ടികൾ ഈ വാക്കും ആൺകുട്ടികളാവുക കേട്ടോ. തിരക്ക് പിടിക്കണ്ട. പിന്നെ നമ്മൾ ഇറങ്ങി വരുന്ന സമയത്ത് നല്ല സ്ലിപ്പാവും. ഓടാൻ പാടില്ല. ഓടാൻ പാടില്ല. കൂടുതൽ ഇറങ്ങിയാൽ ഇവിടെ ഇറങ്ങിയാലും ഓടാൻ പാടില്ല. വീടും അപകടം വരും. ഒന്ന് ശ്രദ്ധിക്കണം. ഒന്ന് ജസ്റ്റ് പോയിട്ട് തിരക്കാക്കണ്ട, നല്ല നല്ല പോവാം. ആൺകുട്ടികളെ ഇങ്ങോട്ടൊക്കെ അവിടെ സ്ലിപ്പാകാൻ വെള്ളം നിറച്ച് വരുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വീഴും. ബനിയൻ കോട്ടനെല്ലാം ഉണ്ടെങ്കിൽ ആൺകുട്ടികളുണ്ടെങ്കിൽ ആയിക്കോ കേട്ടോ. ബനിയൻ വേണമെന്നില്ല. നിങ്ങളിങ്ങോട്ട് അങ്ങോട്ട് വാ. ബെസ്റ്റ് ഓഫ് ലക്ക് ഗൈസ്. ബെസ്റ്റ് ഓഫ് ലക്ക്. ആ കണ്ണൂർ മറ്റൊരു കോളേജ്. അല്ലേ എവിടാ ഇവിടെ ഇറങ്ങിയില്ല.
എനിക്ക് പേടിയാണ്. ചെറിയ ആൾക്കാർ 3 സ്റ്റെപ്പ് ഉണ്ട്. ജമ്പ് ചെയ്യാൻ പാടില്ല. 3 സ്റ്റെപ്പ് ഉണ്ട്. ഓക്കെ, ഇതിന്റെ ഷോൾഡറിന്റെ കൈ ഒന്നല്ല ഓക്കെ. നിഹാന ഹോൾഡ് ചെയ്യാൻ വേണ്ടി നിർത്താൻ പറ്റില്ലല്ലോ. ഇതിനെ പിടിച്ചിട്ട് പോട്ടെന്ന് ഇവിടെ ശാസ്ത്രീയമായ രീതിയിൽ പഠിപ്പിക്കും അല്ലേ? അതായത് ഒരു ഗുണം. അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളത്തിന് പരിചയപ്പെടുന്നുണ്ട്. ഈ സൂട്ടെല്ലാം ഇട്ടിട്ട് വന്നു അതിനാളെ അതിൻ്റെ അങ്ങോട്ട് പോകുമ്പോൾ വേറെ ഇട്ട് വേണം. ആദ്യം ചോദിക്കുന്നു എനിക്കെല്ലാം അറിഞ്ഞു. ഓക്കെ, വായ എടുക്കാം. അതിന് ഒന്ന് ജസ്റ്റ് ചെയ്യാം. ഓക്കെ, വായ എടുക്കാം, കണ്ണു നോക്കാം. ഓക്കെ, കുറച്ച് പോകുന്നുണ്ടോ? ഇല്ല, പുകയുണ്ടോ? കണ്ണു നീറുന്നുണ്ടോ? ഇല്ല, പറഞ്ഞോ. എന്നാലും ഒന്നുമില്ല. 3 പേര് കണ്ണു പറഞ്ഞിട്ടുണ്ടോ? ഈ ലൈനുണ്ടോ? ഈ ലൈനിൽ കൂടെ ചുമ്മാ പോവാം. ഓക്കെ, ഇത് നോക്കിയിട്ടാണ് പോവാം. നമ്മളെവിടെയൊക്കെ വേറെ വെള്ളത്തിൽ അകപ്പെട്ടു പോയാലും എന്തെങ്കിലും നമുക്ക് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചാടി തരും. അത് കാണണ്ടേ? കണ്ണു പറഞ്ഞാലേ കാണും. നിങ്ങൾ പേടിച്ചോണ്ടിരുന്നാല് ഇനി പോവില്ലേ? അതുകൊണ്ട് എപ്പോഴും കണ്ണു നോക്കണം. പഠിക്കുന്നത് ശ്രദ്ധിച്ച് വെള്ളം എപ്പോ ശ്രദ്ധിച്ച് കളിക്കണം. ഇങ്ങനെ ജമ്പ് ചെയ്യും. ജമ്പ് ചെയ്യും. ഞാൻ കാണിക്കാം. ജമ്പ് ചെയ്യാം. ഒന്ന് മുങ്ങിയിട്ട് എഴുന്നേക്കാം. നല്ല ഫുള്ള് പോകണം കേട്ടോ. 4 മണിക്കിട്ട് അങ്ങോട്ട് പോകണം. ഓക്കെ, അത് വായ നോക്കുന്നുണ്ടോ? ഓക്കെ, ready?
ഓടിച്ചു ഓക്കെ മുക്കിലെ കൂടെ ഞാൻ കാണിച്ചു മുക്കിലെ കൂടെ അടുത്ത വായ കേട്ടോ ഓക്കെ ആദ്യം മുക്കിലെ കൂടെ സൗണ്ടാക്കി എല്ലാവരും എത്തിയില്ല നാളെ രണ്ട് ദിവസം അത് കഴിഞ്ഞ പ്രശ്നം നാളെ എനിക്ക് പാസ്പോർട്ടിനുണ്ടേ കംപ്ലീറ്റ് മുക്കാം Breathe in. Good try. Wait. Breathe in. Yes, good. Breathe in. Good. Breathe in, breathe out. Breathe out. Full. Breathe in, breathe out. Breathe in. Breathe in. Wait. Wait. Breathe in. വെള്ളത്തിനടിയിൽ ബ്രേക്ക് ഔട്ട് റെഡി ഞാൻ ഒരുമിച്ച് എല്ലാവരും ടച്ച് ചെയ്തേ കൈ നോക്കാം മോള് ഞാൻ പിടിച്ചേ കൈ നോക്കാം ഓക്കെ മുങ്ങേ നല്ല മുങ്ങേ ഫുള്ള് എരി മുങ്ങി ഗുഡ് വെരി ഗുഡ് ഓക്കെ അവിടെ
കാല് ബെൻഡ് ചെയ്ത് വെക്കും എല്ലാവരും. ആ ഗുഡ് ഗുഡ് ഗുഡ്. അതേപോലെ നോക്കുന്നേ ഇല്ല. Ready, 1, 2, 3, start. Good, good, good. ആദ്യം ബ്രീത്തിങ് ഓടിക്കുമ്പോൾ ആരും ഗോവിന്ദ് ചെയ്യാൻ പാടില്ല. ബ്രീത്ത് റെഡി 1, 2, 3 സ്റ്റാർട്ട്. തലനാഥം ബ്രീത്ത്. തലനാട് ബ്രീത്ത്. Ready, please. Ready, 1, 2, 3, start. Wait, തലനാട്. Ready, 1, 2, 3, start. Breathe. എവിടെ പോണേ? എന്ത് പറ്റി? ഓക്കെ കയറി ക്ലാസ് കല്യാണി ബാ തിരിഞ്ഞെടുത്ത